ദേ കാഞ്ചനെ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പം തന്നെ നീ അടുത്ത് ചെന്നിട്ട് അടുത്ത് കൂടിയിട്ട് രഞ്ജുവിനോട് ചെന്നിട്ട് പറയണം രഞ്ജുവിൻ്റെ രോഗത്തെക്കുറിച്ച്. എന്നാ മാമി രഞ്ജുവിൻ്റെ രോഗം, രഞ്ജുപ്പാപ്പയുടെ രോഗം എന്നതാ, ഒന്ന് പറഞ്ഞു താ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ രാധികാമ്മ പറയാണ്, എടി അപ്ലാസിക് അനീമിയ എന്നാണ് രോഗത്തിൻ്റെ പേര്. അപ്ലാസിക് അനീമിയ അപ്ലാസിക് അനീമിയ അപ്ലാസിക് അനീമിയ അപ്ലാസിക് ഇങ്ങനെ പോവുകയാണ് നമ്മുടെ കാഞ്ചന. എന്തിനായിരിക്കും നമ്മുടെ രാധികാമ്മ ഇങ്ങനെയുള്ള ദുഷ്ടത്തരങ്ങളൊക്കെ പറയുന്നത്? എന്തിനായിരിക്കും നമ്മുടെ രഞ്ജുവിൻ്റെ രോഗം രഞ്ജുവിനെ അറിയിക്കണം എന്നൊക്കെയുള്ള കാര്യത്തിൽ നമ്മുടെ രാധികാമ്മ വാശി പിടിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണെന്നറിയാം. അപ്പോൾ അതേക്കുറിച്ചൊക്കെ പറയാനായിട്ട് ഞാനിങ്ങനെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ പറയുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തീർത്തും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. ഇതെന്ന് വെച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു എപ്പിസോഡിലേക്ക് പോകാം. വിലാസിനിയുടെ കാര്യമാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് വിലാസിനിയുടെ ആഗ്രഹത്തിന് വഴങ്ങിയിട്ട് പാട്ടൊക്കെ പാടിക്കൊടുക്കുകയാണ്. പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിലാസിനിക്ക് ഒരു വല്ലാത്തൊരു അവസ്ഥ വരികയാണ്. അങ്ങനെ വിലാസിനി മാറി നിൽക്കുകയാണ്. മാറി ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് നമ്മുടെ ഗോവിന്ദ് അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്തേക്ക് ചെന്നിട്ട് എന്താ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് വിലാസിനി ഇങ്ങനെ കുഴഞ്ഞ് ഗോവിന്ദിൻ്റെ നെഞ്ചിലേക്ക് വീഴുകയാണ്. അങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അമ്മയ്ക്ക് എന്താ പറ്റിയത്, എന്താ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ വിലാസിനി പെട്ടെന്ന് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്നുമില്ല, ഇപ്പം എനിക്കൊന്നുമില്ല മോനെ, ഒന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ ഗീത് പറയണം, എന്താ അമ്മയ്ക്ക് നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട മോളെ വേണ്ട, ഇപ്പോഴൊന്നും ഹോസ്പിറ്റലിൽ പോകണ്ട. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയാലുണ്ടല്ലോ നാട്ടുകാരെല്ലാവരും പ്രിയമോളെ ആയിരിക്കും പറയുന്നത്, പ്രിയമോളെ കുറ്റം പറയും. പ്രിയമോളുടെ ഈ ചടങ്ങ് കഴിഞ്ഞ് പ്രിയമോൾ ഇവിടുന്ന് പോകാനായിട്ട് ഇറങ്ങുന്ന ഈ ഒരു സമയത്തിൽ എനിക്കിങ്ങനെ വയ്യായ്ക വന്ന് ഹോസ്പിറ്റലിൽ പോവേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പ്രിയമോളെ പഴിക്കും. അതുകൊണ്ട് ഇന്ന് എന്തായാലും പോവണ്ട, എൻ്റെ മക്കൾ സന്തോഷമായിട്ടിരിക്കും, എന്തായാലും ഞാൻ ഇന്ന് മരിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ വിലാസിനി തീർത്ത് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, അമ്മേ ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട മോനെ വേണ്ട, ദേ അവിടെ കൂടി നിൽക്കുന്നവർക്കൊക്കെ മോൻ ഭക്ഷണം വിളിച്ച് കൊടുക്ക്, മോളെ ഗീതു പോയി എല്ലാവർക്കും ഭക്ഷണം കൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വിലാസിനി. അപ്പോൾ നമ്മുടെ ഭദ്രൻ ചോദിക്കണം, എന്താ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ മറ്റുള്ളവരും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വിലാസിനി പറയണേ, ഒന്നുമില്ല. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയണേ, ഒന്നുമില്ല, അമ്മയ്ക്ക് ചെറിയൊരു തളർച്ച പോലെ. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഭദ്രൻ പറയണു, വിലാസിനിക്കാണോ, അതൊക്കെ വെറുതെ ആയിരിക്കും, ഇതൊക്കെ ഇവളെ ഒരു നമ്പരാണ്, ഇവളെ എന്തിനു കൊള്ളാം, എന്ത് ചടങ്ങ് നടന്നാലും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അലുമ്പ് ഇവളായിട്ട് ഉണ്ടാക്കും, ഇതൊക്കെ ഇവളുടെ ഒരു സൂത്രമാണ് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഗോവിന്ദിന് ദേഷ്യം വരികയാണ്. ഇങ്ങനെ ഭദ്രനെ തുറച്ച് ഇങ്ങനെ ഒരു നോട്ടം അങ്ങ് നോക്കുകയാണ്. അപ്പോൾ ഭദ്രൻ പറയണേ, അല്ല മരുമോനെ, ഇത് സത്യമാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ ഇവളുടെ വെറും അടവാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടായിട്ട് ഗോവിന്ദ് നിൽക്കുകയാണ്. അപ്പോൾ വിലാസിനി പറയണം, മക്കളെ നിങ്ങൾ എല്ലാവരും ചെന്ന് ആഹാരം കഴിക്കുക, ഇനി അടുത്ത ആഹാരം കൂടെ കഴിച്ചിട്ട് എല്ലാവരും സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ രേഖയോട് നമ്മുടെ ഗോവിന്ദ് പറയണേ, രേഖ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കൊടുക്കുക, നിങ്ങളും കൂടി പോയി കഴിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴും വിലാസിനിക്ക് നല്ല തളർച്ചയുണ്ട്. അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് ഗീതുവിനോട് പറയണം, ഗീതു അവർ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ അവർ പോന്നോട്ടെ, അമ്മ എന്തായാലും നമുക്ക് പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദ് നേരെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഷിബുവിനോട് പറയുകയാണ്, ഷിബു എൻ്റെ കാറിൻ്റെ കീ ഇങ്ങ് തന്നേരെ എന്നിങ്ങനെ പറയുകയാണ്. എന്താ സാർ? അതെ, ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ എടുത്തൊന്ന് തിരിച്ച് അങ്ങോട്ട് പോകത്തക്ക രീതിയിലെടുത്ത് തിരിച്ചിട് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദിൻ്റെ വണ്ടിയിലെ കീ അങ്ങോട്ട് മേടിക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ വരികയാണ്. അങ്ങനെ പ്രിയമോൾ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ പ്രിയമോൾ എല്ലാവരോടും യാത്രയൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വിലാസിനിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്തിന് വിലാസിനിക്ക് നല്ല സങ്കടം വരികയാണ്. പ്രിയമോളെ തുരുതുരാ മുത്തം വയ്ക്കുകയാണ് നമ്മുടെ വിലാസിനി. അപ്പോൾ അതുപോലെ തന്നെ അത് കണ്ടിട്ട് ഇങ്ങനെ രാധികാമ്മ പോലും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, ഈ വിലാസിനിക്ക് എന്ത് പറ്റിയെന്നറിയാതെ. അപ്പോൾ ഗോവിന്ദിനും ഗീതുവിനും വിലാസിനിയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് നല്ല സങ്കടമാവുകയാണ്. അങ്ങനെ വിലാസിനി തുരുതുരാ മുത്തം വയ്ക്കുകയാണ്. എന്നിട്ട് വയറിലൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രിയമോളുടെ വയറിലൊക്കെ ഇങ്ങനെ തടവിയിട്ട് മുത്തം കൊടുക്കുകയാണ്. എന്നിട്ട് കണ്ണൊക്കെ നിറയുന്ന കാണുമ്പോൾ നമ്മുടെ പ്രിയമോൾ ചോദിക്കുകയാണ്, അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, ഞാൻ അധികം ദൂരത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത്,
അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വരാമല്ലോ, അവിടെ വന്ന് നിൽക്കാമല്ലോ. അതേ കണക്ക് തന്നെ ഞാൻ ഈ പോകണമെന്നും പറഞ്ഞ് ഞാൻ പെട്ടെന്നിങ്ങ് പോരില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഭദ്രൻ പറയുകയാണ്, ആ മോളെ, പ്രിയമോളെ, നീ പോയിട്ടുണ്ടല്ലോ, ഞങ്ങൾക്കൊരു സമ്മാനവും കൊണ്ടുവരണം. ചെറിയ സമ്മാനമൊന്നും അല്ല, വലിയൊരു സമ്മാനവും കൊണ്ടുവരണം. അപ്പോൾ എല്ലാവരും നെറ്റി ഇങ്ങനെ ചുളിയാണ്. ഭദ്രേന്ത ഇങ്ങനെ പറയുന്നത്, കാരണം പണത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്, എല്ലാവരുടെയും ആ ഒരു ചിന്ത അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഉടനെ തന്നെ ഭദ്രൻ പറയണം, എന്ത് സമ്മാനമാണെന്നോ, ദേ എനിക്കും വിലാസിനിക്കും മടിയിൽ വെച്ച് കളിപ്പിക്കാനുണ്ടല്ലോ ഒരു പേരക്കുട്ടിയെ കൊണ്ടുവരണം കേട്ടോ എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ നമ്മുടെ വിലാസിനി വീണ്ടും വീണ്ടും നമ്മുടെ പ്രിയമോളുടെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കുകയാണ്. ഭയങ്കര വിഷമമായിട്ടിരിക്കുകയാണ് വിലാസിനിക്ക്. അങ്ങനെ ആ സമയത്തിന് എല്ലാവരും യാത്ര പറഞ്ഞിട്ട് എല്ലാവരും പോവുകയാണ്. കാറിൽ കയറിയിട്ട് എല്ലാവരും പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് വിനോദും ഭദ്രനും ഗോവിന്ദും ഗീതവും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മുടെ വിലാസിനിക്ക് തളർച്ച വരികയാണ്. വിലാസിനി ഇങ്ങനെ പടിയിലിങ്ങനെ കുഴഞ്ഞിരിക്കുകയാണ്, സിറ്റൗട്ടിൻ്റെ അടുത്ത് പടിയിലിങ്ങനെ കുഴഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് വിനോദ് ചോദിക്കുകയാണ്, എന്താ അമ്മയ്ക്ക് എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഭദ്രൻ നേരെ ഇങ്ങനെ നമ്മുടെ വിനോദിനെ ഇങ്ങനെ തടവുകയാണ്. എന്നിട്ട് പറയണേ, എടാ വിനോദേ, ഇതൊക്കെ വിലാസിനിയുടെ വേറൊരു നമ്പറാണെടാ. എടാ നിനക്ക് നിൻ്റെ അമ്മയെ അറിയത്തില്ലേ, ഇത് അവളുടെ വെറും നമ്പറാണ്. എന്താ അച്ഛാ ഇത്, അമ്മ എന്തിനാ നമ്പർ ഇടുന്നത്? എടാ എന്തിനാണെന്ന് നിനക്കറിയില്ലടാ പൊണന്താനെ. എടാ ഗോവിന്ദല്ലേ നിൽക്കുന്നത്, ദേ അവൻ്റെ മുമ്പിലേ, ഗോവിന്ദിൻ്റെ മുന്നിലേ നിൻ്റെ അമ്മ നന്നായിട്ട് അഭിനയിക്കുന്നതാ. എന്തിനു വേണ്ടിയിട്ടാ അച്ഛാ അമ്മ അങ്ങനെ അഭിനയിക്കുന്നത്? അച്ഛൻ ഇതെന്തായി പറയുന്നത്? എടാ മന്ദബുദ്ധി, എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ നിൻ്റെ അമ്മ അഭിനയിക്കുന്നത്? ദേ പ്രിയമോള് പോയ ആ ഒരു സമയത്തിന് വിലാസിനിക്ക് തളർച്ച വന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? പ്രിയമോള് പോയതിൻ്റെ സങ്കടം വിലാസിനിക്ക് താങ്ങാനാവുന്നില്ലെന്നല്ലേ? അതുമാത്രമല്ല, വിലാസിനിക്ക് പ്രിയമോളോട് അത്രയേറെ ഇഷ്ടമുണ്ടെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കരുതുമ്പോൾ ഗോവിന്ദന് കൂടുതൽ ഇഷ്ടമാവും, വിലാസിനിയോട് കൂടുതൽ സന്തോഷവും തോന്നും, ഇഷ്ടമാവുകയും ചെയ്യും. ഗോവിന്ദൻ്റെ ചങ്കായ സ്വന്തം പെങ്ങളോട് ഇത്രയും സ്നേഹവും കരുതലും ഉള്ള അമ്മായിയമ്മയോട് ആർക്കായാലും സ്നേഹം കൂടുതൽ വരില്ലേ? അങ്ങനെ ഗോവിന്ദ മോൻ്റെ പ്രീതി പിടിച്ചു പറ്റാനും അതുവഴി വിലാസിനിക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും വേണ്ടിയിട്ടായിരിക്കും പൈസ മേടിക്കുന്ന കാര്യമാണ് ഭദ്രൻ പറയുന്നത്. ഓ അങ്ങനെയാണോ? അങ്ങനെ നമ്മുടെ വിനോദും നമ്മുടെ ഭദ്രനും കൂടി ഇങ്ങനെ ചിന്തിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗീതു പറയണ, അമ്മേ ബാ അമ്മേ ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പിടിക്കുകയാണ്. നമ്മുടെ ഗോവിന്ദും ഗീതുവും കൂടി ചേർന്ന് പിടിക്കുകയാണ്. അപ്പോൾ ഭദ്രൻ പറയണം, ഓ മോളെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പോയി കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് റെഡി ആയിക്കോളും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഗീതു അപ്പോൾ ആ സമയത്തിന് ഇങ്ങനെ തുറിച്ചൊരു നോട്ടം നോക്കുകയാണ് ഭദ്രനെ. അതിനുശേഷം ഗീതുവും ഗോവിന്ദും കൂടി കാറിൽ കയറ്റി കൊണ്ടുപോവാണ് നമ്മുടെ വിലാസിനിയെ. അങ്ങനെ നമ്മുടെ വിലാസിനെയും കൊണ്ട് ഗോവിന്ദും ഗീതവും ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ തന്നെ ഡോക്ടർ പരിശോധിച്ച് നോക്കുകയാണ്. ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് പറയുകയാണ്, അന്ന് തന്നെ ലാസ്റ്റ് വന്നപ്പോൾ തന്നെ ഇവരോട് പറഞ്ഞതായിരുന്നു ഞങ്ങൾ അത്യാവശ്യമായിട്ടൊരു സർജറി വേണ്ടി വരുമെന്ന്. ഇപ്പം തന്നെ ഇവരുടെ നില വളരെ വളരെ വഷളായിട്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ സർജറി ചെയ്താലും ഇവരുടെ രോഗത്തിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് യാതൊരുവിധ ഗ്യാരണ്ടിയില്ല. പക്ഷേ സർജറി ചെയ്തേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ്. അതിന് നിങ്ങൾ ഇവിടെ ഈ കുറച്ച് പേപ്പേഴ്സുകളൊക്കെ ഉണ്ട്, ഇതിനകത്തൊക്കെ ഒന്ന് ഒപ്പിട്ട് തരണം എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ഗീതു വലിയ സങ്കടത്തോടു കൂടി കരഞ്ഞ് പേപ്പറുകളിലെല്ലാം ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ അറയ്ക്കലാണ് കാണിക്കുന്നത്. അറയ്ക്കല് നമ്മുടെ പ്രിയമോള് മുറിയിലേക്ക് വരികയാണ്. അതായത് രഞ്ജു നേരത്തെ വന്നപ്പോൾ താമസിച്ചിരുന്ന മുറി എന്ന് പറഞ്ഞാൽ പ്രിയമോളുടെ സ്വന്തം റൂമായിരുന്നു. വിവാഹം കഴിച്ച് പോകുന്നതിന് മുമ്പ് വരെ പ്രിയമോള് യൂസ് ചെയ്തിരുന്ന മുറിയായിരുന്നു അത്. അപ്പോൾ പ്രിയമോള് വന്നു കഴിഞ്ഞപ്പോൾ പ്രിയമോളുടെ ഫോട്ടോകളൊക്കെ അവിടെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ വച്ചിരിക്കുകയാണ് പ്രിയമോള്. അങ്ങനെ പ്രിയമോൾക്ക് വേണ്ടിയിട്ട് അത് സെറ്റാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ രഞ്ജു ആ മുറിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ പ്രിയമോളെ കാണുമ്പോഴത്തേക്ക് രഞ്ജുവിന് പെട്ടെന്ന് ദേഷ്യം വരികയാണ്. രഞ്ജു ചോദിക്കണം, അല്ല നീ എന്താ ഈ മുറിയിൽ എന്ന് ചോദിക്കണം. അപ്പോൾ പ്രിയമോള് ചോദിക്കണം, എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിൽ ഞാൻ എന്താന്ന് ചോദിക്കാൻ നീ ആരാടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രഞ്ജു പറയണം, അത് കൊള്ളാമല്ലോ, ദേ നീ ഈ മുറിയിൽ നിന്ന് ഇപ്പം തന്നെ പോകണം, ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയാണ്, അതുകൊണ്ട് ഈ മുറിയിൽ ഞാൻ തന്നെ താമസിക്കും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ പ്രിയമോള് ചോദിക്കണം, അങ്ങനെ താമസിക്കാന്നേ നീ വിചാരിക്കണ്ട, ഇത് എൻ്റെ വീടാണ്, എൻ്റെ മുറിയാണ്, ഇവിടെ നിനക്ക് ഒരു അവകാശവും ഇല്ല. ഉടനെ നമ്മുടെ രഞ്ജു പ്രിയമോളോട് പറയാണ്, എൻ്റെ പ്രിയമോളെ നീ ഇങ്ങനെ ഇന്ന് സംസാരിക്കുന്നത് ശരിയല്ല, പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും ഞാൻ നിൻ്റെ ചേച്ചിയാണ്, അത് നീ മറക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ രാധികാമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഉടനെ തന്നെ പ്രിയമോള് പറയുകയാണ്,
ചേച്ചിയോ? ആരാ? ഏത് അവകാശത്തിൻ്റെ പേരിലാണ് നീ എൻ്റെ ചേച്ചിയാണെന്ന് പറയുന്നത്? ഇറങ്ങിപ്പോടി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ ചോദിക്കണേ, എന്താ പ്രിയേ, എന്താ ഇവിടെ ഒരു പ്രശ്നം? അമ്മേ, ദേ ഇവളുണ്ടല്ലോ, ഇവിടേക്ക് വലിഞ്ഞ് കയറി വന്നിട്ട് എൻ്റെ മുറി ഇപ്പോൾ അവൾക്ക് വേണമെന്ന്, അവൾ പ്രായം കൊണ്ട് സ്ഥാനം കൊണ്ട് എൻ്റെ ചേച്ചിയാണെന്ന്, ഇവൾ ഏത് വകയിലാണ് അമ്മ എൻ്റെ ചേച്ചിയായത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ പറയുകയാണ്, അതേക്കുറിച്ചൊന്നും പറയണ്ട, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, രഞ്ജുവിൻ്റെ അടുത്താണേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് ഇവിടെ ഒരു അവകാശവും ഇല്ല, ഒരു അധികാരവും ഇല്ല. പിന്നെ നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മുറി പ്രിയമോൾക്ക് അവകാശപ്പെട്ടതാണ്. പ്രിയമോൾക്ക് അവകാശപ്പെട്ട ഒരു സാധനവും ഒരു കാര്യവും നിനക്ക് പിടിച്ചെടുക്കാമെന്ന് നീ വിചാരിക്കണ്ട. അതൊന്നും നിനക്ക് കിട്ടാനും പോകുന്നില്ല. പിന്നെ നീ ഇങ്ങോട്ടേക്ക് കയറി വന്നതേ ആരുടെയൊക്കെ ഒത്താശയോട് കൂടിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരൊക്കെ ആയിട്ട് തന്നെ നിന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കിക്കോളും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ രഞ്ജു ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം രാധികാമ്മയ്ക്കറിയാം, പ്രിയമോളൊന്ന് തുള്ളിക്കഴിഞ്ഞാൽ ഗോവിന്ദ് പ്രിയമോക്കൊപ്പമേ നിൽക്കുള്ളെന്നറിയാം. അപ്പോൾ ആ ഒരു ഉദാഹരണയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ രാധികാമ്മ അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രഞ്ജു പറയണം, ഓ മതി, എനിക്ക് ഇവിടെ തന്നെ ഈ മുറിയിൽ തന്നെ കഴിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. എനിക്ക് ഈ വീട്ടിലെ ഏതെങ്കിലും ഒരു മുറി മതി. പക്ഷേ ഒരു കാര്യം, ഞാൻ ഇവിടുന്ന് പോകണം എന്നുള്ള കാര്യം നിങ്ങൾ ആരും തീരുമാനിക്കണ്ട. അത് ഗോവിന്ദേട്ടൻ തന്നെ എൻ്റെ മുഖത്ത് നോക്കി പറയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാനത് അംഗീകരിക്കത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലാണ് നമ്മുടെ ഗീതവും ഗോവിന്ദനും ഇങ്ങനെ ആകെ ഇങ്ങനെ വിഷമിച്ച് ഒപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വിലാസിനിയുടെ ഡ്രസ്സൊക്കെ മാറ്റി വിലാസിനിയെ ഇങ്ങനെ എന്താ പറയുന്നത് സർജറിക്കായിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഗീതവും ഗോവിന്ദും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അതിനുശേഷം അവരവിടെ നിന്ന് സങ്കടപ്പെട്ട് വന്നിട്ട് ഇങ്ങനെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ വിസിറ്റേഴ്സിനൊക്കെ ഇരിക്കുക, അവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗീതുവിന് ഭയങ്കര സങ്കടമാവുകയാണ്. ഗീതു ചോദിക്കണം, കണ്ണേട്ട എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നിങ്ങനെ ചോദിക്കണം. ഗോവിന്ദ് പറയണം, ഏയ് അങ്ങനൊന്നും ഉണ്ടാവില്ല ഗീതു, പക്ഷെ അങ്ങനെയല്ലല്ലോ അമ്മയുടെ നിലയെപ്പറ്റി ഡോക്ടർ പറഞ്ഞത്. എൻ്റെ ഗീതു, ഡോക്ടർമാരെ അങ്ങനെ പലതും പറയും, അതിനെയൊക്കെ വെല്ലുന്ന എത്രയോ അത്ഭുതങ്ങൾ ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നിൻ്റെ അമ്മയുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കും. നീ ഒരിക്കലും അമ്മയെ പറ്റിയിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട. ആൻറ്റിക്ക് ഒരു കുഴപ്പവും വരില്ല. ആൻറ്റിക്ക് ഈ സർജറിയോടുകൂടി എല്ലാം റെഡിയാവും, നീ കണ്ടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗീതുവിന് ഭയങ്കര സങ്കടമാവുകയാണ്. ഗീതു ഇങ്ങനെ ഗോവിന്ദൻ്റെ കയ്യിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് ചോദിക്കുകയാണ്, ഗീതു നിനക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ, അത് നീ ഓരോന്നും ആലോചിച്ചിട്ടിരുന്നിട്ടാണ്, ഒന്നും ഇപ്പോൾ ആലോചിക്കേണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയണം, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കണ്ണേട്ടൻ എൻ്റെ അടുത്തുള്ളത് എനിക്ക് മനസ്സിന് എത്ര സമാധാനം ആവുന്നുണ്ടെന്ന് അറിയാമോ കണ്ണേട്ടന്? ശരിക്കും കണ്ണേട്ടൻ എൻ്റെ അരികത്തില്ലായിരുന്നുവെങ്കിൽ, എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പോലും ഇല്ലായിരുന്നുവെങ്കിൽ ശരിക്കും ഞാൻ തകർന്നടിഞ്ഞു പോയേനെ, എനിക്ക് ആരും ഇല്ലാതായി പോയേനെ. കണ്ണേട്ടനാണ് എൻ്റെ ശക്തി, ധൈര്യം, അങ്ങനെയൊക്കെ ഗീതു ഇരുന്നോണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗോവിന്ദ് മനസ്സിൽ കരുതണേ, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവൾ മനസ്സിൽ തട്ടിയിട്ട് തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരുപക്ഷെ ഇവളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇവൾക്ക് എന്നോട് ശരിക്കും സ്നേഹമുണ്ടോ? ഇനി ഇവൾക്ക് എന്നോടുള്ള സ്നേഹം ഒരു രക്ഷകൻ്റേതാണോ, ഒരു കാവലാളിൻ്റേതാണോ, അതേ ഇനി അവൾക്ക് എന്നോട് പ്രണയമാണോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുകയാണ്. അപ്പോൾ ഗീതു ഗോവിന്ദനോട് പറയാണ്, ഇനിയും നമ്മൾ എന്ത് ചെയ്യും കണ്ണേട്ടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് പറയണേ, ഇനിയും നമ്മൾ ഈ കാര്യം വീട്ടിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒളിച്ചു വെക്കുന്നത് ശരിയല്ല. ഇപ്പം തന്നെ ആൻറ്റിക്ക് സർജറിക്കായിട്ട് അകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തെങ്കിലും വിനോദിനെയും നിൻ്റെ അച്ഛനെയും അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലെങ്കിൽ പിന്നീടൊരു സാഹചര്യത്തിൽ അവരെന്തെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമുക്കതിനൊന്നും മറുപടി ഉണ്ടാവില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയണം, അത് ശരിയാ കണ്ണേട്ടൻ പറഞ്ഞത്, അവരെ അറിയിക്കണം, ഞാൻ തന്നെ അറിയിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഗോവിന്ദ് മൊബൈൽ വെച്ച് നീട്ടുകയാണ് ഗീതുവിൻ്റെ കയ്യിൽ. അപ്പോൾ ഗീതു പറയണേ, വേണ്ട കണ്ണേട്ടൻ്റെ മൊബൈൽ വേണ്ട, എൻ്റെ കയ്യിൽ മൊബൈലുണ്ടല്ലോ, ഞാൻ ആ മൊബൈലിൽ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഗീതുവിൻ്റെ മൊബൈലും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് ഇരുന്ന് ചിന്തിക്കുകയാണ്, ഗീതുവിന് ശരിക്കും പറഞ്ഞാൽ എന്നോട് ഇഷ്ടമുണ്ടോ, എന്നോട് പ്രണയമുണ്ടോ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എനിക്കത് ഗീതുവിനോട് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവളെ മനസ്സിലിരിപ്പ് എങ്ങനെയാണ് ഞാനൊന്ന് മനസ്സിലാക്കുക? ഇവിടെ അമ്മ ചാവാൻ കിടക്കുകയാണ്. ഗോവിന്ദ് അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗോവിന്ദ് പറയണേ, എങ്ങനെ ഇവളെ മനസ്സിൽ പ്രണയം ഉണ്ടാകുന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കുക, എന്താ ഇനിയിപ്പോൾ ചെയ്യുക എന്നൊക്കെ ചിന്തിച്ച് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം
നമ്മുടെ അറയ്ക്കലാണെങ്കിൽ ഇതേ ഫൈറ്റിനുള്ള തുടക്കമൊക്കെ ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രഞ്ജുവിന് മുറി മാറുന്ന സമയമായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രഞ്ജു അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ രാധികാമ്മ നേരെ നമ്മുടെ കാഞ്ചനയെ വിളിക്കുകയാണ്. കാഞ്ചനയെ വിളിച്ചിട്ട് കാഞ്ചനയോട് പറയാണ്, ആ കാഞ്ചനെ നീ ഇങ്ങ് വാ, ദേ രഞ്ജുവിൻ്റെ മുറിയുണ്ടല്ലോ, രഞ്ജുവിന് മുറി മാറണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നീ അവൾക്കുള്ള സാധനങ്ങളൊക്കെ പറക്കി വേറെ ഏതെങ്കിലും മുറി കൊണ്ടുവയ്ക്ക്. ആ അതേ രാധിക മമ്മി, അത് പിന്നെ എന്താ പ്രിയമോൾ ഇങ്ങോട്ട് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാമല്ലോ പ്രിയമോളുടെ മുറിയാണിതെന്ന്. രഞ്ജുപ്പാപ്പയുടെ മുറി വേറൊരു സ്ഥലത്തേക്ക്, അല്ല രഞ്ജുപ്പാപ്പയുടെ ലഗേജുകളൊക്കെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി എന്നിങ്ങനെ പറയുകയാണ്, വേറൊരു മുറിയിലേക്ക് മാറ്റി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രാധിക പറയാണ്, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം കേട്ടോ, അവൾക്കൊരു രോഗമുണ്ട്, അവൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണെന്നുള്ള സത്യം നീ അവളെ അറിയിക്കണം. അവളുടെ രോഗത്തിൻ്റെ പേര് ചെന്ന് നീ അവളോട് പറയണം. ഞാൻ നേരത്തെ നിനക്കതൊക്കെ പറഞ്ഞു തന്നതാണല്ലോ എന്നിങ്ങനെ രാധികാമ്മ പറയുകയാണ്. അപ്പോൾ കാഞ്ചന പറയണ, അത് ശരിയാണ് മമ്മി, പക്ഷേ ആ രോഗത്തിൻ്റെ കാര്യം, ആ രോഗത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എടി മണ്ടി, അപ്ലാസിക് അനീമിയ എന്നാണ് ആ രോഗത്തിൻ്റെ പേര്. എന്നതാ മാമി? അപ്ലാസിക് അനീമിയ. അപ്ലാസിക് അനീമിയ അങ്ങനെയല്ലേ? അതെ, ഏത് നേരവും അവൾ മരിച്ചുകൊണ്ടിരിക്കുന്ന രോഗിയാണെന്നും എപ്പോഴും വേണമെങ്കിലും അവൾ മരിച്ചു പോകാമെന്നും ഉള്ള കാര്യം നീ അവളെ അറിയിക്കണം. അതുകൊണ്ട് തന്നെയാണ്, ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്, അവളോടുള്ള സിമ്പതി കൊണ്ട് മാത്രമാണ് ഗോവിന്ദ് അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് എന്നുള്ള കാര്യം നീ അവളോട് തുറന്നു പറയണം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവൾ പിന്നീട് ഇവിടെ താമസിക്കില്ല, അവൾ വാലും ചുരുട്ടി ഓടും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് കാഞ്ചന പറയാണ്, ഓ ഓ ഞാൻ ചെന്ന് പറയാം. എന്നാൽ രോഗത്തിൻ്റെ പേരെന്താണ്? അത് അപ്ലാസിക് അനീമിയ. ഉടനെ നമ്മുടെ കാഞ്ചന പറഞ്ഞുകൊണ്ട് പോവാണ്, അപ്ലാസിക് അനീമിയ. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ കാഞ്ചന പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് വരുൺ അങ്ങോട്ട് വരികയാണ്. വരുൺ ചോദിക്കണേ, എന്താ അമ്മേ, എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ട് വരുൺ. അല്ല, കാഞ്ചന എന്താ പറഞ്ഞുകൊണ്ട് പോയത്? കാഞ്ചനെ അമ്മ എന്താ ഏർപ്പാടാക്കിയത്? കാഞ്ചനെ അമ്മ എന്തിനെങ്കിലും ഏർപ്പാടാക്കിയാലുണ്ടല്ലോ അവളെ ഏത് കാര്യം അവളെ ഏൽപ്പിച്ചാലും അത് കുളമായിട്ട് തീരും. അതുകൊണ്ടേ കാഞ്ചനെ അമ്മ ഒരു കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കരുത്. പക്ഷേ എന്തോ അമ്മ അവളെ ഏൽപ്പിച്ചു, അതാണല്ലോ അമ്മയുടെ അടുത്തുനിന്ന് എന്തോ ഇവളിങ്ങനെ പിറുപിറുത്തുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടല്ലോ. എന്താ അമ്മേ, കാര്യം പറ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വരുണിനോട് രാധികാമ്മ പറയണേ, വരുൺ, കാണാൻ പോകുന്ന പൂരമേ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, അത് നീ കണ്ടു തന്നെ അറിയേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് വീണ്ടും ചോദിക്കുമ്പോൾ പറയണേ, വരുൺ, അതിനെക്കുറിച്ചൊന്നും ഇപ്പം സംസാരിക്കേണ്ട, വരാൻ പോകുന്ന ആട്ടമേ നീ കണ്ട് മനസ്സിലാക്കും മോനെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ വരുൺ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലായിട്ടിരിക്കുന്നത് എന്തായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. നമ്മുടെ രാധികാമ്മയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് തീരെയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എല്ലാവർക്കും ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. എപ്പിസോഡിൻ്റെ റിവ്യൂ സൂപ്പറായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെടുന്ന എല്ലാവരും താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുമാത്രമല്ല, വീഡിയോ പ്ലേ ചെയ്ത് തന്നെ കാണുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ എത്താം. അതുവരെ എല്ലാവർക്കും ബായ്.